എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭുവനേശൻ. ഭുവൻ ടോക്കിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ചാണ്. എന്താണ് ലിമിറ്റിംഗ് ബിലീഫ്, എങ്ങനെയാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. നിങ്ങൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എന്നെ കൊണ്ട് പറ്റില്ലെന്നേ, ഞാനാകെ നിരാശനാണ്, എന്നെ കൊണ്ട് അത് പറ്റുമോ, ഞാൻ അതിന് അർഹനാണോ? എന്തുകൊണ്ടായിരിക്കും ഇത്തരം ചിന്തകൾ നിങ്ങളിൽ തുടർച്ചയായി വരുമ്പോൾ അത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫായി മാറുന്നു. ഇത്തരം ചിന്തകളാണ് നമ്മുടെ ആക്ഷനെ തടയുന്നു. ആക്ഷൻ ഇല്ലാതെ വിജയം സാധ്യമല്ല. മറ്റ് ചില ബിലീഫുകൾ ഇമോഷനുമായി ബ്രെയിനിൽ രൂപപ്പെട്ടിരിക്കുന്നു. അത് മാറ്റുക അത്ര എളുപ്പവുമല്ല. അത് മാറ്റുന്നതിന് നല്ല പരിശ്രമം ആവശ്യമാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ കംഫർട്ട് സോൺ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ് പ്രശ്നം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലൈഫ് ഗ്രോത്ത് ഉണ്ടാക്കുകയുള്ളൂ, നമുക്ക് നല്ല ഇൻകം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ, നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് വന്നതെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിയതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ കുടുംബ പശ്ചാത്തലമാണ്. നമ്മൾ വളർന്നു വന്ന കുടുംബ സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ എല്ലാമാണ്. വീട്ടിൽ നിന്ന് നമ്മൾ വളരെ ചെറുപ്പത്തിൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? വീട്ടിൽ അമ്മയൊക്കെ സാധാരണ പറയും, എടാ ഇരുന്നിട്ട് കാല് നീട്ടിയാൽ മതി, കൊക്കിൽ ഒതുങ്ങിയത് കൊത്തിയാൽ മതി, നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, നീയൊക്കെ നമ്മളൊക്കെ പാവങ്ങളാടാ, നിന്റെ അച്ഛൻ്റെ സ്വഭാവമാണ് നിനക്ക്, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ സ്വഭാവമാണ്, നീയൊന്നും നേരെയാവാനേ പോകുന്നില്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ. ആ ചെറുപ്പത്തിൽ നമ്മൾ ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ നമ്മളെ ആകമാനം തകർക്കാൻ ശക്തിയുള്ളതാണ്. അത് നമ്മുടെ മനസ്സിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ലിമിറ്റിംഗ് ബിലീഫിനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സ്കൂൾ പശ്ചാത്തലമാണ്. സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കൂളിൽ മുൻബെഞ്ചിൽ ഇരിക്കുന്നവർ മാത്രമാണ് മിടുക്കർ, പുറകിലുള്ളവർ അത്ര മിടുക്കരല്ല എന്നുള്ള ഒരു ചിന്താഗതി അന്നേ തന്നെ നമ്മളിൽ രൂപപ്പെട്ടിരിക്കുന്നു. പിന്നെ ടീച്ചേഴ്സ് നമ്മളോട് പറയുന്ന, അന്നത്തെ കാലത്ത് നമ്മളോട് പറയുന്ന കാര്യങ്ങളുണ്ട്. നീ ഇന്നയാളുടെ മകനല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതേമാതിരി നിന്നെ കാണാൻ കൊള്ളില്ല, നിനക്ക് നല്ല ഡ്രസ്സിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള കമ്പാരിസൺ, നീ ഇന്നയാളുടെ മകനാണ്, നിന്റെ ലുക്ക് മോശമാണ്, നിന്റെ ഡ്രസ്സിങ് മോശമാണ് എന്നുള്ള ഒരു കമ്പാരിസൺ സ്കൂളിൽ നിന്നും ചിലപ്പോഴൊക്കെ നമുക്ക് ചിലർക്കൊക്കെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ മനസ്സിൽ ഒരു മുറിവായി അവശേഷിക്കുന്നുണ്ടാവും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മുടെ മുൻകാല അനുഭവങ്ങളാണ്, അല്ലെ? മുൻകാല പരാജയങ്ങൾ, മുൻകാല പാഠങ്ങൾ, നമുക്ക് മുമ്പുണ്ടായ ബിസിനസ് പരാജയങ്ങൾ, പഠന പരാജയങ്ങൾ, പ്രേമ പരാജയങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ ഇതെല്ലാം മൂലം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഇനി നാലാമത്തെ കാര്യം സൊസൈറ്റി കൾച്ചറാണ്. സൊസൈറ്റിയിലുള്ള കൾച്ചർ എന്തായിരിക്കും? നെഗറ്റീവ് കമന്റുകളായിരിക്കും, അല്ലെ? നിന്നെ കൊണ്ട് വലിയ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പണം ഉണ്ടാക്കുന്നവർ എല്ലാവരും കള്ളന്മാരാണ്, ഈ ജോലി അല്ലെങ്കിൽ ഈ ബിസിനസ് നിന്റെ ഫാമിലിക്ക് പറ്റിയതല്ല, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ നീ എങ്ങനെയാണ് വിജയിക്കുക, ഇത് നിന്നെ കൊണ്ട് താങ്ങത്തില്ല. സൊസൈറ്റിയിലെ ഇത്തരം നെഗറ്റീവ് കമന്റുകളാണ് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫിന് ഉള്ള നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്ത് പരാജയപ്പെട്ടാൽ നമുക്ക് പേടിയില്ല, പക്ഷേ നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ ഫാമിലി, നമ്മുടെ സമൂഹം, അവരെല്ലാവരും എങ്ങനെ നമ്മളെ വിലയിരുത്തും എന്നുള്ളത് നമ്മളെ ആദി പിടിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നത്. നിങ്ങളുടെ സുഗമമായ വളർച്ചയ്ക്ക് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിനെ തകർക്കുക, ലിമിറ്റേഷനെ തകർക്കുക, നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുക. ഒരിക്കലും പെർഫെക്ഷനായിട്ട് കാത്തു നിൽക്കാതിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കുക എന്നിവയാണ് ലിമിറ്റിംഗ് ബിലീഫിന് തകർക്കാനുള്ള വഴി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിനെ തകർത്തുകൊണ്ട് നല്ല ജീവിതത്തിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ ചെറിയ ടോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.